പ്രാവശ്യം ഡോറെ ആകെ ഒരു ഇറച്ചിപ്പൊതിയാണ് കിട്ടിയത്. ഇന്റോടെ ഇറച്ചിപ്പൊതി വന്നിട്ട് ഫ്രിഡ്ജിന്റെ ഡോറേ അടിയുന്നില്ല. ഹലോ, പറയടാ. ഉണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ. ആരാ വിളിച്ചണ്? അതൊന്നും പറയണ്ടെങ്കിൽ എന്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് 3-4 മാസമായിരുന്നു. വിളിയോട് വിളിയാണ്. എവിടെയെങ്കിലും ഒരു പണിക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. എവിടെ ഉണ്ട് എന്റെ നാട്ടില്? ഒരു ഫ്രൂട്ട് അടിയിലൊരു ജോലി ഉണ്ട് എന്റെ സ്നേഹിതം പറഞ്ഞിരുന്നു. എന്നാ ഫ്രൂട്ട് അമ്മ പോയോട്ട്. റസീദേ, ഇജ്ജല്ലേ ഒരു പണിക്കാരനാണെന്ന് അറിയുന്നത്? വേണടാ, ഉണ്ടേ കൊണ്ടേ. ഇത് കാക്കാ, നിങ്ങളാ പറഞ്ഞ പണിക്കാരൻ. ശരി, ഇതാള്. ഓക്കെ, എന്നായിക്കോട്ടെ. എന്നാലും വെക്കുവോ? കിട്ടാതെ കിട്ടൊരു പണിയാണ്. അതിന്റെ സുഹൃത്തെ ഏൽപ്പിച്ച എന്നാണ് കണ്ണും കറിഞ്ഞും നിന്നോണ്ട്. കാക്കാ, ആളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ശമ്പളം കിട്ടിയിട്ട് മാറ്റൊക്കെ വേണം. എന്താ എന്റെ പേര്? ബാപ്പു. ബാപ്പു. അവിടെ ഒരു തുണിക്കഷ്ട ഉണ്ട്. അവിടെ ആപ്പിളൊക്കെ തുടച്ചാ വേദല്ലേ? എടോ, അത് കഴിഞ്ഞില്ലേ? ഇതാ ആ ടാബ്ലറ്റ് അടിച്ചോട്ടാ. കഴിഞ്ഞില്ലേ? ടാബ്ലറ്റ് അടിച്ചു കഴിഞ്ഞില്ലേ? അങ്ങോട്ട് വേണ്ട. ആ മുന്തിരൊക്കെ എടുത്തേച്ചാ. എത്ര നേരമായി ചായ വെച്ചിട്ട്? ബാപ്പോ, ആ മുന്തിരിമൊന്ന് ഒഴിവായി കണ്ട് ആകെ ചായ കൊടുക്കണോ. ഈ ചങ്ങായിപ്പോടെ പോയി കസ്റ്റമർ വന്ന ബര കാണൂല്ലോ. ഇതിപ്പോ 3-4 പ്രാവശ്യമല്ല. കാക്കാ, എങ്ങനെയുണ്ട് നമ്മളാള്? ആള് സൂപ്പറാണ്. ഇടക്കിടക്ക് മുങ്ങണുണ്ടല്ലോ. കസ്റ്റമർ കേറിയെന്നുണ്ടാലേ പിന്നെ ഓനെ കാണൂല. എന്ത് പ്രവാസിയോനെ ഓൻ ഗൾഫിൽ ജോലി ചെയ്തിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കസ്റ്റമർ വരുന്ന നേരത്ത് ഓനെ കാണില്ലല്ലോ. ഇവിടെ വന്ന് ഓൻ ഇവിടെ കസ്റ്റമർ കയറുമ്പോ ആ ടൈം നോക്കിയാ പോകും. അല്ലടോ, ഇജ്ജ് ഒരു ദിവസം എത്ര വട്ടം മൂത്രയിക്കും? അതെന്താ അങ്ങനെ വെച്ചത്? അല്ല, എത്ര വട്ടം മൂത്രയിക്കും? ഞാനൊരു 3 പ്രാവശ്യം. എന്നാ 8 പ്രാവശ്യം മൂത്രയിക്കും. അത് ഒരു പോക്കിന് 20 മിനിറ്റ് അരമണിക്കൂറൊക്കെയാണ്. ഷുഗർ ഉണ്ടായിരിക്കും. അവനക്ക് ഷുഗറും പ്രഷറും ഒന്നല്ല. ഇവിടെ 4 കസ്റ്റമർ കൂടുമ്പോ ഓൻ വല്ല കഴിച്ചിലാകാണ്. പണിയെടുക്കാനുള്ള മടി. മടിയനോനെ? പെരുമടിയൻ. അല്ല, ആളെവിടെ? ആള് മൂത്രയിക്കാൻ പോയിക്കണ്. അതായിരുന്നു. എന്നെ ഇവിടെ വന്നാ വരുവാ. കാക്ക, ഞാൻ അവനോട് സംസാരിച്ചോ. എന്താ ചെയ്യും? എന്താ എന്റെ കഥ? ഒരു പണി ഏൽപ്പിച്ചെന്നിട്ട് എപ്പോഴും മൂത്രയിക്കാൻ പോകുന്നുള്ള പറഞ്ഞാള്. ചങ്ങായി അവിടെ ഒരു മിനിറ്റ് റെസ്റ്റ് കിട്ടണില്ല. അയാൾ ഭയങ്കര ചൊറയാണ്. ഇതിന്റെ പകുതി പണിയുള്ളൂ സൗദിയുടെ. ഞാൻ എന്റെ സ്നേഹിതനോട് മിസ്സാക്കാൻ പറഞ്ഞു. ഞാൻ അത് പോകണം. ബാപ്പോ, ഇതെന്താ വിചാരിച്ചത്? നാട്ടിൽ അധ്വാനിക്കണമെങ്കിലേ നല്ല ക്ഷമയും വേണം, നല്ല അധ്വാനിക്കും വേണം. നല്ല 10 പൈസ കിട്ടുള്ളൂ, നല്ല കുടുംബത്തിന് നോക്കാൻ പറ്റുള്ളൂ. നാട്ടിൽ നിങ്ങൾക്ക് 8 മണിക്കൂർ പണിയും വേണം. ആ പണിയാണെങ്കിൽ നല്ല സുഖമുള്ള പണിയും വേണം. എല്ലാം പാടെ നടക്കൂലടാ, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും.